ഷീജ എവിടെ? കിച്ചണിലും ഇല്ലല്ലോ. ഇവിടെ എങ്ങും ഇല്ലേ ഷീജ? ഷീജോ, ഷീജ ഇത് എവിടെ പോയി കിടക്കുന്നത്? ബാൽക്കണിയിലിരിക്കുന്നോ? ഷീജ നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കോ? ഷീജ എന്ത് പരിപാടി? ആണോ? അത് കൊള്ളാലോ, അടിപൊളി റീൽസ് ആണല്ലോ. എത്ര നേരം കൊണ്ട് ഞാൻ കിടന്ന് വിളിക്കുവാ നിന്നെ. എനിക്കിത്തിരി വെള്ളം വേണോ? എനിക്കിത്തിരി വെള്ളം വേണമായിരുന്നു ഷീജ. ഓരോ ദിവസം ഓരോ പാട്ട് ഓരോ ഷർട്ടും എടുത്തിട്ട് അഴുക്കാക്കി മനുഷ്യനെ പണി ഒപ്പിച്ചിട്ട് വെള്ളം വേണം. ഇരിക്കുന്ന എന്ത് ചെയ്യായിരുന്നു അവിടെ? കളിക്കുമായിരുന്നോ? അല്ല, പിന്നെ ഞാനവിടെ എന്തോ ചെയ്യുമായിരുന്നു, ഫുഡ് കഴിക്കുമായിരുന്നു. ഫുഡ് കഴിക്കുമ്പോ വെള്ളം കുടിക്കണമെന്ന് നിനക്ക് അറിയത്തില്ലേ? അവിടെ ഇരിക്കുന്നിടത്ത് നമ്മളിങ്ങനെ ജോലി ചെയ്തോണ്ടിരുന്നാ പോലെ ആൾക്കാർക്ക് പോയി വെള്ളം എടുത്ത് കയ്യിലങ്ങോട്ട് കൊടുത്താൽ അവര് കുടിക്കും. അങ്ങനെ അത്യാവശ്യമായിട്ട് കുടിക്കണ്ട. എന്ത് പരിപാടി നിനക്ക്? എന്റെ പരിപാടി കണ്ടില്ലേ നിങ്ങള്? എന്തുവാ? എത്ര ദിവസമായി ഇതൊക്കെ വാഷ് ചെയ്ത് തരണോന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ ഞാൻ തരും കേട്ടാ. ഓരോ ദിവസം ഓരോ ഷർട്ടും ഓരോ പാന്റ് ഇതെല്ലാം എടുത്തിട്ടിട്ട് ഇങ്ങനെ പോയാൽ മാത്രം മതിയല്ല. ഇതൊക്കെ എന്തോ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. എല്ലാരും ചെയ്യുന്ന കാര്യം. പക്ഷെ എല്ലാരും അവരവർക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് കുടിക്കും. നമ്മളൊരു ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് വെള്ളം വേണോന്ന് പറയാം. ഷർട്ടൊക്കെ നല്ലോണം വാഷ് ചെയ്തോ? ഇല്ല. എന്നിട്ട് എന്തായാലും വീഡിയോ എടുത്തായിരുന്നു എടുത്തിട്ടുണ്ട്. ആണോ? നമ്മുടെ ഈ ബാൽക്കണിയിലും പെട്ടെന്ന് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല കാറ്റാട്ടോ. ഈ കാറ്റ് കാരണം പെട്ടെന്ന് നമ്മുടെ ഡ്രസ്സെല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് കാരണം ഇപ്പൊ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വൈകിട്ടാവുന്നതിന് മുമ്പ് നമുക്ക് തുണികളൊക്കെ എടുക്കാൻ പറ്റും. നല്ല കാറ്റും നല്ല വെയിലുമാണ് കേട്ടോ. എന്റെ ഉമ്മ ഇതൊക്കെ കണ്ടിട്ട് എപ്പോഴും പറയും ഇവിടെ മുളകും മല്ലിയൊക്കെ മേടിച്ചിട്ട് ഉണക്കാം. ഈ ഒരു ഫെസിലിറ്റീസ് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അതെ, ഫ്ലാറ്റിൽ ഈ ഒരു ഫെസിലിറ്റീസ് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാ. വേറെ ബാൽക്കണിയുണ്ട്, കിച്ചണിലും ബാൽക്കണിയുണ്ട്. ഈ ഒരു സ്പേസ് എത്ര പേരുടെ ഫ്ലാറ്റില് ഇതേണക്കുള്ള ഒരു ഫെസിലിറ്റീസ് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഈ ഒരു ഏരിയ ചിലപ്പോ ടെറസ് കിട്ടുക. നല്ല രസം. അതെ, നോക്കിക്കഴിഞ്ഞാല് നമ്മളത് ഇങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേണക്കുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് കൂട്ടുകാരായിട്ടൊക്കെ ഇരുന്ന് നല്ല കണക്ക് ഫുഡൊക്കെ കഴിക്കാനും ഡിന്നറൊക്കെ കഴിക്കാനും വൈബാക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ.